വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്ര നഗ്നമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു ഗവർണർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ധൈര്യം വരുമോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. സുപ്രീം കോടതിയുടെ നിർദ്ദേശം പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ കോടതി ആലോചിക്കേണ്ടതാണ്. ഇന്ന് കോടതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായിരുന്ന കാലം സർക്കാരുമായി പരസ്യ ഏറ്റുമുട്ടലിൻ്റെ കാലവും കൂടിയായിരുന്നു. ഏറ്റുമുട്ടൽ തെരുവിലേക്ക് വരെ എത്തിയിരുന്നു എന്ന് നമുക്കറിയാം. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ കാര്യങ്ങളായിരുന്നു അന്ന് കേരളത്തിൽ നടന്നത്. അദ്ദേഹം മാറി പുതിയ ഗവർണർ വന്നു, രാജേന്ദ്ര അർലേക്കർ. അദ്ദേഹം കടുത്ത RSSകാരനാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ തുടക്കത്തിൽ അദ്ദേഹം സർക്കാരുമായി രമ്യതയിലായിരുന്നു പോയിരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്തായിരുന്നു അതുപോലെ തന്നെ. പക്ഷേ മെല്ലെ മെല്ലെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വഴി തന്നെയാണ് രാജേന്ദ്ര അർലേക്കറും സ്വീകരിക്കുന്നത്. സർക്കാരുമായി ഏറ്റുമുട്ടുക എന്നത് തന്നെയാണ്. സർവകലാശാല VC നിയമനം തന്നെയാണ് നേരത്തെയും ഇപ്പോഴും സർക്കാരുമായി ഏറ്റുമുട്ടാൻ ഗവർണർ ആയുധമാക്കുന്നത്. സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും, സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ട് പോലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത രാജേന്ദ്ര അർലേക്കറെയാണ് കാണുന്നത്. പരിഹാസ്യമാണ് ഗവർണറുടെ നടപടി എന്ന് പറയേണ്ടി വരുന്നു. മുഖ്യമന്ത്രിക്ക് ഭരണഘടന വിരുദ്ധമാണ്, സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ പോലും അംഗീകരിക്കാതെ നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തുറന്നു പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ വാക്കുകൾ കേൾക്കാം. ശബരിമല വിഷയത്തില് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട അങ്ങയുടെ പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ആഴ്ചകളായി ജയിലിലാണ്. പക്ഷേ ഗവർണറുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഈ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും VCമാരെ നിയമിക്കുന്നതിൽ മുഖ്യമന്ത്രി കൊടുത്ത പാനലിലുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ നല്ല ഗവർണർ ഇപ്പോ സുപ്രീം കോടതിയിലേക്ക് ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലും പ്രസിഡന്റിന്റെ കയ്യിലാണ്. ഇത്തരം സാധനങ്ങൾ നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ എത്രത്തോളം ബാധിക്കുന്നു? നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ അനിശ്ചിതാവസ്ഥയ്ക്ക് ഒരുപാട് കാരണമാകുന്നില്ലേ ഗവർണറുടെ ഇടപാടുകൾ, നിലപാടുകൾ? തീർച്ചയായും ഫെഡറൽ സംവിധാനത്തെ അപകടപ്പെടുത്തുന്ന ഒരുപാട് നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഗവർണർമാരും പലയിടത്തും സ്വീകരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ സുപ്രീം കോടതിയുടെ നിലപാടുകളുടെ ലംഘനമല്ലേ ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഇവിടെ ഈ പറയുന്ന മുൻഗണനാക്രമത്തിലുള്ള ലിസ്റ്റ് കൊടുത്തത് ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശം പാലിച്ചതാണ്. സുപ്രീം കോടതി പറഞ്ഞത് ഈ പറയുന്ന ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയാൽ അതിൽ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് ഗവർണർക്ക് കൊടുക്കണം. ഞാൻ മനസ്സിലാക്കിയത് ആ ലിസ്റ്റിൽ നിന്ന്, മുഖ്യമന്ത്രി നൽകുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഗവർണർ VCയായി നിയമിക്കണം. ഇതാണ് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശം. ആ നിർദ്ദേശം ഗവർണറെ പോലൊരാൾ ലംഘിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. നിർദ്ദേശമനുസരിച്ചാണ്, സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന ലിസ്റ്റ് കൊടുക്കുന്നത്. ആ ലിസ്റ്റിൽ പറയുന്ന ആളുകളെ പരിഗണിക്കുന്നേയില്ല. എന്നിട്ടോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ നേരത്തെ തന്ന ലിസ്റ്റിൽപ്പെട്ട ഒരാൾ അയോഗ്യയാണ് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അങ്ങനെയുള്ള ആളെ അടക്കം നിയമിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്ര നഗ്നമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു ഗവർണർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ധൈര്യം വരുമോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. സുപ്രീം കോടതിയുടെ നിർദ്ദേശം പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ കോടതി ആലോചിക്കേണ്ടതാണ്. ഇന്ന് കോടതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കോടതിയുടെ നിർദ്ദേശം വരട്ടെ, അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം.
ഓ ഗവർണർ അങ്ങയുടെ ലിസ്റ്റ് കണ്ടപ്പോഴേ ആശ്ചര്യകരെന്നൊക്കെ തിരിച്ചു പറയുകയും ചെയ്തല്ലോ. അത് മാത്രമല്ല ഇപ്പൊ ലോക്ഭവനിൽ പിന്നെയും ഭാരതാംബയുടെ ചിത്രം വച്ചിരിക്കുന്നു.